സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫെഡറേഷൻ ഫെബ്രുവരി 6-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും സെറ്റ്കോ ഭാരവാഹികൾ അറിയിച്ചു. ബേസിക് ആയിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. ഈ 5.25 ലക്ഷത്തോളം ജീവനക്കാരിൽ കഴിഞ്ഞ 5 വർഷമായി പുതിയ പെൻഷൻ സ്കീമിൽപ്പെട്ട ആളുകൾ NPS ഒരു വലിയ വിഭാഗം, കേരളത്തിലെ ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗം NPS പങ്കാളിത്ത പെൻഷൻ സ്കീമിൽപ്പെട്ടവരാണ്. ആ പങ്കാളിത്ത പെൻഷൻ മാറ്റി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സർവീസ് മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 6-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് സെറ്റ്കോ ഭാരവാഹികൾ പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക, 19% ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉന്നയിക്കും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു വലിയ പ്രതിഷേധം ആ മേഖലയിൽ മുഴുവൻ നിലനിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ ഗവൺമെന്റ് ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെറ്റ്കോയുടെ നേതൃത്വത്തിൽ ഈ സമരം പ്രധാനമായും നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ KT അബ്ദുൽ ലത്തീഫ്, കൺവീനർ PK അസീസ്, ട്രഷറർ TP അബ്ദുൽ ഹക്ക്, മറ്റ് ഭാരവാഹികളായ KM ഷഹീദ്, ഹനീഫ പനായി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതുമോടിയോടെ ബേപ്പൂർ പോർട്ട് ജംഗ്ഷനിൽ സ്തൂപം തല ഉയർത്തി. പഴക്കം